അമ്മ സംഘടനയിൽ ഭയങ്കര പൊട്ടിത്തെറി. അപ്പൊ ഈ അമ്മ സംഘടന പൊട്ടിത്തെറിച്ച് എല്ലാവരും രാജിവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇടവേള ബാബു ഇന്നസെന്റ് ഒക്കെ ഉള്ള ടൈമിൽ 10-15 വർഷം ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന സംഘടന. അപ്പൊ ഈ പൊട്ടിത്തെറിയുടെ പ്രധാന കാരണം ഫിനാൻഷ്യൽ പ്രശ്നമാണ്. ഇപ്പൊ ചെക്ക് മേടിച്ചിട്ടും കയ്യിൽ പറ്റിയിട്ടും ഓരോ കമ്മിറ്റിക്കാരൊന്നും ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ പ്രോഗ്രാം നടത്തുമ്പോൾ അതിന്റെ സൈഡിൽ ചെറുതായിട്ടൊരു കോളത്തിനകത്ത് നിങ്ങളുടെ പരസ്യം കൊടുക്കുക, ഞങ്ങൾക്ക് ഇത്ര രൂപ തന്നാൽ മതി. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കമ്പനിക്കാരും പിന്നെ ഞങ്ങൾ സംഘടനക്കാർ ഞങ്ങൾ മേടിക്കുന്നത് നിയമപ്രകാരം നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ കൊടുക്കണം, എന്റെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 ലക്ഷം തന്നാൽ മതി എന്നും പറഞ്ഞൊക്കെ ചരിത്ര എടുത്ത് കാണും. ഇതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞാലും ചിലപ്പം വലിയൊരു കള്ളം അൻസിബ ഉണ്ടായി കാണാം. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചപ്പം ജസ്റ്റ് ചോദിച്ചപ്പോ ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്ര തരാം, അൻസിബ ചിലപ്പം കൂടെ നിന്ന് കാണത്തില്ല. അതിനെതിരെ 1-2 പറഞ്ഞ് തുടങ്ങിയ പരിപാടികൾ ഇതുവരെ എത്തി കാണും. അതാണ് യഥാർത്ഥ സംഭവം എന്ന് നമുക്ക് ഊഹിക്കാം. ഈ വാർത്തകളെ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഊഹിക്കാവുന്ന കാര്യം 100%. ഇപ്പൊ 67 ലക്ഷത്തിന്റെ പൈസ ഇടപാട് ഇന്ന് തരാം, നാളെ തരാം, കണക്ക് തരാന്ന് പറഞ്ഞ് ഇങ്ങനെ കമ്മിറ്റിയിലെ നിരന്തരം ഉരുണ്ട് കളിച്ചപ്പോഴേ നമുക്കറിയാം 67 ലക്ഷം രൂപ എവിടുന്ന് മേടിച്ചോന്നും അറിയത്തില്ല. ഇതിപ്പം 67 ലക്ഷം കണക്ക് പ്രകാരം കൊടുത്തതിനകത്ത് 67 ലക്ഷം രൂപ മുക്കിയിട്ടുണ്ടെങ്കിൽ കണക്കില്ലാത്ത പൈസ എത്ര രൂപ മുക്കിയിട്ടുണ്ടെന്ന് അന്വേഷിക്കണം. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതുമല്ല. ഞാൻ ഒരൊറ്റ കാര്യമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഈ അമ്മ സംഘടനയിലുള്ള ആൾക്കാര് 2 വർഷം കൂടുതലെങ്കിൽ ഒരു സിനിമയ്ക്കകത്ത് ക്യാരക്ടർ റോള് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയുടെ അംഗത്വം സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ളൊരു രീതിയിൽ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അവിടുന്ന് പുറത്താകേണ്ടി വരും. 100-500 പേരുണ്ടെന്ന് പറഞ്ഞതിനകത്ത് ഇപ്പൊ അമ്മ സംഘടന ഇല്ലാത്ത ആൾക്കാരാണ് എന്റെ അറിവിൽ കൂടുതലും സിനിമയ്ക്കകത്തായിട്ട് നമ്മൾ കാണുന്നത്. അമ്മ സംഘടനയുള്ള ഒരു മാക്സിമം ഒരു 200 പീപ്പിൾ മാക്സിമം നമുക്ക് അറിയാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. ഒരു 3-4 വർഷം മുമ്പൊക്കെയാണ് വല്ലതും അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഈ 2 വർഷം കൂടുമ്പോഴേ. ഞാൻ 1 വർഷമാണ് ആദ്യം ഉദ്ദേശിച്ചത്. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് ഒന്നുകൂടി 2 വർഷത്തിലെങ്കിലും ഒരു സിനിമയിൽ ക്യാരക്ടർ റോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സംഘടനയിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഡ് ആവും എന്നുള്ളൊരു ബൈലോടെ വെച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ സംഘടനയ്ക്കകത്ത് നിന്ന് പുറത്താവും. നമ്മള് അതിനകത്ത് സംഘടനയ്ക്കകത്ത് ഒന്നും ചെയ്തില്ലെങ്കിലും സംഘടനയ്ക്കകത്ത് ഇത്രയും വലിയൊരു ഇൻകം വരുന്നു, അല്ലെ ഇൻകം അടിച്ചു മാറ്റാൻ പറ്റും എന്നത് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരെ സംഘടനയെ തന്നെ വെടിച്ചു തൂങ്ങി നിന്നിട്ട് ഇത്രയും രൂപ അടിച്ചു മാറ്റിയത്. അപ്പൊ ഇത്രയും രൂപ അടിച്ചു മാറ്റിയത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോ ഇതിനകത്ത് നടക്കുന്ന പരിപാടികൾ എന്താന്ന് പറഞ്ഞാല് എന്തും വേണ്ടി അഴിമതിയായിരിക്കും അതിനകത്ത് നടക്കുന്നത്. അപ്പൊ അൻസിബയുടെ ഇഷ്യൂ ഇപ്പൊ അൻസിബയുടെ തോളി കയറിയ എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി. പൈസയെ ചൊല്ലിയുള്ള തർക്കത്തിനകത്ത് സത്യങ്ങൾ വിളിച്ചു പറയുമെന്നായപ്പോൾ അൻസിബയ്ക്കെതിരെയാണ് ഇത് ആഞ്ഞടിച്ച് അവരെല്ലാവരും തുടങ്ങിയത്. അപ്പോ യഥാർത്ഥ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരാളുടെ പ്രശ്നം തീർക്കേണ്ട അവര് തന്നെ ഇങ്ങനെ അടിച്ചു മാറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ ഇവര് പ്രശ്നങ്ങളൊക്കെ എന്താവും എങ്ങനെ അറിയാം. അപ്പം എന്തെങ്കിലും ഇപ്പൊ ബാബുരാജ് സാറ് പറയുന്ന അടിപൊളി ഒരു പോയിന്റ് ഉണ്ട്. കാര്യം എന്തെങ്കിലും പെണ്ണുങ്ങളാണെന്നും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് ഭരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ശല്യം ചെയ്തു എന്നുള്ളൊരു രീതിയൊക്കെ ആകുമെന്ന് പേടിച്ചിട്ടാണ് ഇവര് മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ പൈസയുടെ പ്രശ്നം വന്നപ്പോ അത് സെറ്റായി. എന്റെ അറിവ് എല്ലാവരും രാജിവെച്ചിട്ട് ആ ഇടവേള ബാബു അടുത്ത് കറങ്ങി തിരിഞ്ഞു നടപ്പുണ്ട്. അദ്ദേഹത്തിനെ പിടിച്ചേൽപ്പിച്ചായിരുന്നു ഈ ഒരുവിധം പ്രശ്നമൊന്നും ഇത് ഉണ്ടാകത്തില്ല. കാര്യം സംഘടന നല്ല രീതിയിൽ ജനറൽ ബോഡി എത്തുമ്പോഴും ഇതെന്തുവാ അവര് വരുവോ വരാതിരിക്കോ എന്നിട്ട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഓട്ടോമാറ്റിക്കായിട്ട് അവർ ബിഗ് ടി വിക്കാര് എന്തായാലും ഒരു ദിവസം ഒരു വട്ടമെങ്കിലും അമ്മ സംഘടനയെ കുറിച്ച് പറഞ്ഞില്ലേ ഉറക്കം പറ്റത്തില്ല. കാര്യം എന്താ, എല്ലാ പ്രേക്ഷകരായാലും എല്ലാ സാധാ ആൾക്കാർക്കും ഞങ്ങൾ പറയാം അമ്മ സംഘടനയില്ലേ അവരെ പാടാ ഇതിനകത്തുള്ള താഴെ കമന്റുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങളുടെ വേറെ പണിക്ക് പോകും, മറ്റേത് പോയി ഇതൊക്കെ പോകുന്നൊക്കെ പറയും. പക്ഷെ ഈ പറയുന്ന ആൾക്കാർ ഇതെല്ലാം കാണുന്നുണ്ട്. എല്ലാവർക്കും ഇതിനെക്കൊണ്ട് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങൾ തമ്മിലടി ഒക്കെ ഓക്കെ. ഈ തമ്മിലടി എന്റെ അറിവ് ഇത് പിരിച്ചു പോകുന്ന ഇത് പിരിച്ചു വിട്ടിട്ട് വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ ഇനിയിപ്പോ ഒരു സംഘടനയ്ക്ക് അത് ആ പഴയ രീതിയിലാ. പിന്നെ ഇപ്പൊ സത്യം പറയാ ഇന്നസെന്റ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ ആഡിച്ച് കന്നം തിരിച്ചു വെച്ചാൽ എല്ലാത്തിന്റെ അവിടെ. അപ്പൊ ഈ 67 ലക്ഷം രൂപ മാത്രമല്ല, 67 ലക്ഷം തെളിവായിട്ടുള്ളത് 67 ലക്ഷം രൂപയായിട്ടുണ്ടെങ്കിൽ തെളിവില്ലാതെ എത്ര ലക്ഷം രൂപ അല്ലെ കോടികൾ ആവാം അല്ലാതെ മേടിച്ചു കഴിയാം. ഇത്രയേ ഉള്ളൂ. അമ്മേ സംഘടനയിൽ ഡയറക്റ്റ് ചിലപ്പോൾ ചെക്കുകളും അല്ലാതെ അങ്ങനെയൊക്കെയാണ് സ്വീകരിക്കുന്നത്. അപ്പോ ഞാൻ ഈ ഫണ്ട് ഞാനായിട്ട് കൊടുത്തോളാം പറഞ്ഞ പേഴ്സൺ എന്റെ അറിവിൽ ഈ സെക്രട്ടറിയും പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നവർ അമ്മ സംഘടന സെക്രട്ടറിയും പ്രസിഡന്റ് സ്ഥാനത്ത് ഇതിന് മുന്നേ ഇരുന്ന ആൾക്കാരുടെ
ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അവരുടെ പേഴ്സണലിലുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാം ഒരു സിനിമ പോലും ഇല്ല എത്ര രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നും അവരെന്തും വേണ്ടി അഴിമതി കാണിച്ചിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് എടുത്താൽ മനസ്സിലാവും. അതിന് അവര് കേസായിട്ടൊന്നും പോകത്തില്ല, നാണക്കേട് പ്രമാണിച്ച് ഇത് അതിന്റെ ഉള്ളിൽ തന്നെ ഒരു തീർപ്പാക്കത്തേ ഉള്ളൂ. പക്ഷെ 4 പേര് അറിയപ്പോ ഒരാൾ 4 പേര് അറിഞ്ഞ് തീർക്കേണ്ട പ്രശ്നങ്ങൾ ഒരു ബാബുരാജ് തന്നെ പറയുന്ന കേട്ട് ഇതിനകത്ത് അത് ഞങ്ങളൊക്കെ ആണെങ്കിൽ അന്ന് ടിനിറ്റോവും അൻസിബോളുള്ള ഇഷ്യൂസ് ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ കൈ കൊടുത്ത് പിരിപ്പിച്ചതിന് അത്രയുള്ള പവർ അവർക്കുണ്ടായിരുന്നു. അത് ഇവര് ഈ പെണ്ണുങ്ങളെ പിന്നെ മൊത്തം അടച്ചാക്ഷേപിക്കുമല്ല, ഈ അടിച്ചു മാറ്റാൻ പറഞ്ഞ ഈ ടീമുകളെ കുറിച്ച് ഞാൻ പറയുവാണ്. ഇവരെ എടുത്തിട്ട് ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ, അതായത് ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും പ്രസിഡന്റിന് പറ്റത്തില്ലെങ്കിൽ ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ അടിച്ചുമാറ്റൽ എന്നുള്ള കൺസെപ്റ്റ്. അതായത് ഞാൻ പറഞ്ഞല്ലോ എത്ര നാളെ സിനിമയിൽ അഭിനയിച്ചിട്ട് അല്ല ഇത്ര നാളെ അവരുടെ പേഴ്സണൽ അക്കൗണ്ടും അവരുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തും വേണ്ടി പൈസ പ്രൈവറ്റ് ആയിട്ട് വന്നെന്നുള്ളതാക്കാം. അതിന് അപ്പൊ മനസ്സിലാവും ഏതാ കമ്പനിയിൽ നിന്ന് പൈസ മേടിച്ചെന്നും ആക്കി കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ 67 ലക്ഷം രൂപ അമ്മയിൽ വന്ന പൈസയുടെ കണക്കാണ്. അപ്പൊ വരാതെ ഒരു പേഴ്സണലി ആരുടെയൊക്കെ അക്കൗണ്ടിലൊക്കെ പല കാര്യത്തിന് ഉപയോഗിച്ചു എന്ന് ചിലപ്പോൾ ചെക്ക് ചെയ്താൽ കിട്ടും. ഞാനിത് എന്റെ ഒരു ഇപ്പൊ ആരെ ആക്ഷേപിക്കുമല്ല, ഞാൻ ഒരു പറഞ്ഞ ചിലപ്പോൾ ഈ മീഡിയക്കകത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഇരട്ടിയുടെ എമൗണ്ട് അവരല്ലാതെ കൈപ്പറ്റിയിട്ടുണ്ടാവും. അപ്പം എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണാം. പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇടിയൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ടൊക്കെ തോന്നും. അപ്പൊ ഈ സംഘടന വെയ്യാങ്കിൽ പിരിച്ചു വിട്ടിട്ട് ആ ഇടവേള ബാബു ആ കലൂർ സ്റ്റേഡിയത്തിനടുത്തേക്ക് നിൽപ്പുണ്ട്. പുള്ളിക്കാരനെ പിടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നമൊക്കെ സോൾവ് ചെയ്യും. 15 കൊല്ലം ഒരു പ്രശ്നമില്ലാതെ പോയൊരു സംഘടനയാണ്. മൊത്തത്തിൽ 32 വർഷമായി ഈ സംഘടന തുടങ്ങി. ഈ 32 വർഷത്തിന്റെ ഇപ്പൊ 32 വർഷത്തിനകത്ത് ഇല്ലാത്ത ഒരു വലിയ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. ഒറ്റയടിക്ക് രാജിവെച്ച് അത് അടിച്ചു മാറ്റും. ഫിനാൻഷ്യൽ തട്ടിപ്പ് എന്ന് പറയുന്നത് 32 വർഷം കൊണ്ട് ഇല്ലാത്ത ഒരു കാര്യങ്ങൾ പുതിയ ഭരണസമിതിയെ വിശ്വസിച്ച് എല്ലാം 50 പിന്നെ സ്ത്രീകൾക്ക് അമ്മയിലുള്ള സ്ത്രീ സംഘടനയിലെ അമ്മകൾക്ക് എല്ലാം വലിയ ഭാരാവത്യം കൊടുത്തപ്പോൾ അവരെ അടിച്ചു പിരിയാനുള്ള മെയിൻ കാരണം പൈസ തന്നെ. 32 വർഷം കൊണ്ട് ഉണ്ടാക്കിയ സംഘടനയിൽ ഉണ്ടായ ഒരു ചരിത്രം അടിച്ചുമാറ്റൽ കഥയാണ്. എന്തായാലും അതിന് കോടതിയിൽ കൊടുക്കാൻ പറ്റില്ല. ഇവര് തന്നെ അന്വേഷണം നടത്തിയാൽ ഇത് തീർപ്പ് തന്നെ ആവും. പിന്നെ ഇനിയൊന്നും പുറത്തു വരാനും പോകുന്നില്ല. ഇനിയിപ്പോ എന്തൊക്കെ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ഇനി ഒരു സംഭവം പോലും അമ്മ സംഘടനയുടെ പുറത്തോട്ട് വരുത്തില്ല. കാരണം ഇത് ഇന്നും നാളെയായിട്ടൊക്കെ ഇപ്പൊ എന്തിനാണ് ആക്ഷേപിക്കാൻ ചാനൽ ന്യൂസ് കൊടുക്കുക പറഞ്ഞാൽ ഇതോടുകൂടി ചിലപ്പോൾ ക്ലോസ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇവര് രാജിവെച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ന്യൂസ് വരത്തില്ല, ഇങ്ങോട്ടും വരത്തില്ല. ഇനി എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ലാലേട്ടനൊക്കെ ഉചിതമായ ഒരു തീരുമാനമാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ജോലിയും കൂലിയും ഇല്ലാത്തതൊക്കെ, അതായത് 3-4 വർഷമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സിനിമ ഇല്ലാതെ പണ്ടങ്ങാണ്ടൊക്കെ സംഘടന കയറിയ ആൾക്കാർ, അവിടെ തന്നെ ജനറൽ ബോഡിക്ക് മാത്രം വരുന്ന ആൾക്കാർ സിനിമ ഇല്ലെങ്കിൽ, അതായത് ആരോഗ്യപരമായിട്ട് പ്രോബ്ലംസ് ഇല്ലെങ്കിലും ഇതിനുമായിട്ട് ഇങ്ങനെ ആരോഗ്യപരമായിട്ട് പ്രോബ്ലംസ് കൊണ്ട് പല ആർട്ടിസ്റ്റുകളെയും വിളിക്കാത്തവരുണ്ട്. അപ്പൊ അതല്ലാതെ ആരോഗ്യമുള്ള ആൾക്കാരുണ്ട്, അത്യാവശ്യം എല്ലാം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ ശരി. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ ഈ സംഘടനയ്ക്കകത്ത് പിന്നെ തറക്കം ഞാൻ സംഘടന വലിയ ആളാന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ സിനിമയില്ല, ഞാൻ സംഘടന വലിയ ആളാണ് എന്നാ പിന്നെ സിനിമയില്ല എന്നും പറഞ്ഞ് 3 വർഷത്തെങ്കിലും ഒരു വട്ടമെങ്കിലും ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറോട് ചെയ്തില്ലെങ്കിൽ പുറത്താക്കാനുള്ള ഒരു സിസ്റ്റം ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നെകളിപ്പ് അങ്ങ് നിൽക്കും. ഇപ്പൊ നെകളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സംഘടന വലിയ തേങ്ങ ആണെന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. അപ്പൊ ആ ഒരു പരിപാടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ഒരു പരിപാടിയാണ്. അപ്പൊ പിന്നെ ഈ മാക്സിമം ഒരു സിനിമയ്ക്കകത്തെങ്കിലും അങ്ങ് ഫോക്കസ് ചെയ്തോളൂ. അപ്പൊ പിന്നെ ഈ അംഗത്വം ഇതൊന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവര് സിനിമ ഇല്ലെങ്കിൽ തന്നെ ഇതിനകത്താണെങ്കിൽ അവരെപ്പോഴും ഭയങ്കര ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളും സെറ്റപ്പായിട്ട് വരാമല്ലോ. സിനിമ ഇല്ലെങ്കിൽ ആ പ്രസിഡന്റ് ആണെന്നുള്ള സ്ഥാനത്ത് മൈക്കുകൾ കാര്യങ്ങളെല്ലാം വന്ന് അവർക്ക് വീണ്ടും ബൂസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നിൽക്കുന്നതാണ്. അപ്പൊ സിനിമ ഇല്ലെങ്കിൽ എടുത്ത് കളയുന്നതാണ്. അല്ലെങ്കിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഉള്ള സ്ഥാനം, അല്ലെങ്കിൽ അതേപോലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ 1 വർഷത്തിൽ ഒരു 2 സിനിമയെങ്കിലും ക്യാരക്ടർ റോൾ ചെയ്യണം എന്നുള്ള റൂള് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ. ഇത് ഞങ്ങൾ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്, ഞങ്ങൾ സംഘടന തേങ്ങയാണെന്നും പറഞ്ഞ് ഒരു സിനിമയിലും പണ്ടങ്ങാണ്ട് അഭിനയിച്ച സിനിമയ്ക്കകത്ത് വെച്ചിട്ട് ഇപ്പോഴും നിവർന്നു നിൽക്കുന്നവരെ എടുത്ത് കളയണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായാലും പുതിയൊരു വാർത്തകളോട്ടൊക്കെ പറയാം. നമ്മുടെ സിനിമയുടെ ലൊക്കേഷൻ നോക്കാനായിട്ട് ഹണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് തിരിച്ച് ഇന്നലെ രാത്രിയിൽ എത്തിയതേ ഉള്ളൂ. എങ്കിലും അവിടെ നിന്ന് ട്രാവലിംഗിൽ തിരക്കിനിടയ്ക്ക് ന്യൂസുകളൊക്കെ കാണാറുണ്ട്. എങ്കിലും ഒന്ന് പറയണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വരുന്നതിന് കംഫർട്ടായിട്ട് പറയണമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞാണ്. അപ്പം ശരി, എന്നാ നമ്മുടെ പ്രൊഡക്ഷൻ നമ്പർ 1 അല്ല സോറി ഇപ്പൊ 2 സിനിമയാണ് ഇപ്പം കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ ഒന്നിന് 1 by 1 ആയിട്ട് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ അപ്ഡേഷനൊക്കെ കാണാം. അപ്പം